പ്രിയപ്പെട്ട കറുത്തവരെ, നിങ്ങൾ സത്യഭാമയുടെ കീഴിൽ കല അഭ്യസിക്കാനായിട്ട് പോയിട്ടുണ്ടോ? നിങ്ങൾ ആ പഠിച്ച കല വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ സത്യഭാമ ജഡ്ജായി വന്നിരുന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല നിങ്ങൾ തഴയപ്പെട്ടിട്ടുള്ളത്, മറിച്ച് നിങ്ങളുടെ നിറത്തിൻ്റെ പേരിലാണ് നിങ്ങൾ തഴയപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല നിങ്ങൾ തഴയപ്പെട്ടിട്ടുള്ളത്, മറിച്ച് നിങ്ങളുടെ കറുപ്പ് കൊണ്ടാണ് നിങ്ങൾ തഴയപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് മാത്രം ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ സ്വാധീനമില്ല എന്ന് അല്ലെങ്കിൽ കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഒരു പക്ഷേ തഴയപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കലയെ വെറുക്കരുത്. ഈ കലയിൽ നിങ്ങൾക്ക് സ്വാധീനമോ അല്ലെങ്കിൽ കഴിവോ ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ കഴിവുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം കറുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വേദി നിങ്ങൾക്ക് അന്യമായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ നിരന്തരമായിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു കല നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത്തരം പുഴുക്കുത്തുകൾ കൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ കലയിലുള്ള പോരായ്മ കൊണ്ടല്ല എന്ന്. നിങ്ങൾ ഈ കല വീണ്ടും തുടരുക.